വാർത്തയിലേക്ക് തന്നെയാണ്. വയനാട് കൂടൽക്കടവിൽ ആദിവാസിയായ മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച കേസിൽ ഒളിവിൽ പോയ പ്രതികൾ പിടിയിലായി. 2 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പനവരം സ്വദേശികളായ വിഷ്ണു, നബീൽ കബീർ എന്നിവരാണ് പിടിയിലായത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായിരുന്നു. കേസിൽ ആകെ ഉണ്ടായിരുന്നത് 4 പ്രതികളാണ്. ഇതോടെ മുഴുവൻ പ്രതികളും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. വിശദാംശങ്ങളുമായി സൂർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്യുന്നു. സൂർജിത്ത്, ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിരുന്നു പിടിയിലാകാനല്ല ഈ 2 പ്രതികൾക്കെതിരെ. ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഇവര് പനമരം സ്വദേശികളാണ്. പോലീസ് പറയുന്നത് കോഴിക്കോട് നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ ദളിത് അട്രോസിറ്റി ആക്ട് അടക്കം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല 307 കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇവരെ കോഴിക്കോട് നിന്ന് പിടികൂടി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. നിലവിൽ SMS ടീമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ മാനന്തവാടിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. നേരത്തെ രണ്ട് പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരുന്നു. അഭിരാം, അതോടൊപ്പം തന്നെ അർഷിക് എന്നിവരാണ് കസ്റ്റഡിയിലായത്. ഇപ്പോൾ നിലവിൽ 2 പ്രതികളെ കൂടി കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ 4 പ്രതികളും പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മാദൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട മധ്യവയസ്കനെ 49കാരനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. കാറിൽ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇവർ കൂടൽക്കടവിൽ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. കൂടൽക്കടവിൽ എത്തിയ ശേഷം ഇവർ മദ്യപിച്ചു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ മറ്റൊരു കാർ യാത്രക്കാരുമായി പ്രശ്നമുണ്ടായി. അതിനുശേഷം ആ കാർ യാത്രക്കാരുമായി പ്രശ്നമുണ്ടായി. ഇതിൽ നാട്ടുകാരും ഇടപെട്ടു. അങ്ങനെയാണ് മാദൻ അവിടേക്ക് എത്തുന്നത്. മാദൻ സംസാരിക്കുന്നതിനിടയിൽ ഇവർ വലിയ രീതിയിലുള്ള സംവാദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട ശേഷമാണ് ഇവർ വാഹനം എടുത്ത് പോകുമ്പോഴാണ് മാദനെ വലിച്ചിഴക്കുന്നതായിട്ടുള്ള ദൃശ്യം. റോഡിലൂടെ ആദിവാസി മധ്യവയസ്കനെ വലിച്ചിഴച്ച സംഭവത്തിൽ ഇതോടെ 4 പ്രതികളും പിടിയിലായിരിക്കുന്നു. പിടിയിലാകാൻ 2 പ്രതികൾ ബാക്കിയുണ്ടായത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് നിന്ന് 2 പ്രതികൾ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. സൂർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.